ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ പേരൂർ ജില്ലാ കലോത്സവം സാരസ്വതം 2025 നവംബർ 28-29 തീയതികളിൽ ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ നടക്കും. 28-ന് രാവിലെ നടക്കുന്ന പരിപാടി പ്രശസ്ത നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടി ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര സംവിധായകൻ സുന്ദർദാസ് അധ്യക്ഷത വഹിക്കും. ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ അധ്യക്ഷൻ ജയചന്ദ്രൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തും. 10 വേദികളിൽ 125 ഇനങ്ങളിലായി കലാമത്സരങ്ങൾ നടക്കും. ഭാരതീയ വിദ്യാനികേതൻ്റെ 32 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 1500-ലധികം മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും. വെള്ളിയാഴ്ച രാവിലെ 9:30 നടക്കുന്ന ഉദ്ഘാടന സഭയിൽ ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി സൗമ്യ സുരേഷ്, സംസ്ഥാന സെക്രട്ടറി ശ്രീകാന്ത് ഗുരുപദം, സ്കൂൾ പ്രിൻസിപ്പൽ PG ദിലീപ്, ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ G പത്മനാഭൻ, കലോത്സവം സംയോജക ബിന്ദു PP, ക്ഷേമസമിതി പ്രസിഡന്റ് AK ഗംഗാധരൻ, മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ എന്നിവർ പങ്കെടുക്കുന്നതാണ്. 29-ന് ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സമാപന സഭയിൽ ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന കലോത്സവ പ്രമുഖ് കൃഷ്ണൻകുട്ടി, വിദ്യാനികേതൻ തൃശൂർ ജില്ലാ സെക്രട്ടറി MV വിനോദ്, ജഗദ്ഗുരു ട്രസ്റ്റ് സെക്രട്ടറി KP ഹരിദാസ്, കലോത്സവം സംയോജക PP ബിന്ദു എന്നിവർ സന്നിഹിതരായിരിക്കും. കലോത്സവവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയിക്കുന്നതിനു വേണ്ടി ചാലക്കുടിയിലെ മാധ്യമപ്രവർത്തകരുടെ പ്രഥമ കൂട്ടായ്മയായ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംയോജക PP ബിന്ദു, ജനറൽ കൺവീനർ PG ദിലീപ്, G പത്മനാഭസ്വാമി, TN രാമൻ, C രാകേഷ് എന്നിവർ വിശദാംശങ്ങളെക്കുറിച്ച് അറിയിച്ചു. മറ്റ് വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു വളരെ സൗഹൃദാന്തരീക്ഷത്തിൽ, ഒരു കുടുംബാന്തരീക്ഷത്തിൽ തന്നെയായിരിക്കും എല്ലാ മത്സരങ്ങളും നടക്കുക. അതുകൊണ്ട് തർക്കങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകും. വിദ്യാനികേതൻ വിദ്യാഭ്യാസത്തിന് പ്രത്യേക ഊന്നൽ കൊടുക്കുന്നത് സംസ്കാരത്തിനും മൂല്യബോധത്തിനുമാണ്. അതുകൊണ്ട് അത് ഈ കലോത്സവത്തിൽ ഉടനീളം അവരുടെ പെരുമാറ്റത്തിലൊക്കെ പ്രകടമാവുന്നതായിരിക്കും. ഈ 2 ദിവസം കേവലം വിദ്യാർത്ഥികൾ മാത്രമല്ല, അവരുടെ രക്ഷകർത്താക്കളും ആ വിദ്യാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകരും എല്ലാം ഇവിടെ സജീവമായിട്ട് അവർ പങ്കെടുക്കും. ഇവർക്കുള്ള ഭക്ഷണ കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാലയത്തിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 25ാമത് കലോത്സവമാണ് ഇപ്പോൾ വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ ചാലക്കുടി വെച്ച് നടക്കാൻ പോകുന്നത്. അതിൽ നിന്ന് വിജയികളാവുന്നവർക്ക് സംസ്ഥാന കലോത്സവം ഡിസംബർ 26, 27, 28 തീയതികളിൽ പാലക്കാട് കല്ലേക്കാട് വ്യാസ വിദ്യാപീഠത്തിൽ വെച്ചിട്ട് നടത്തപ്പെടുന്നതാണ്. കലാമേളയ്ക്ക് ആവശ്യമായുള്ള ഭക്ഷണം വിദ്യാലയത്തിൽ തന്നെയാണ് ഒരുക്കുന്നത്. അതിനുവേണ്ട എല്ലാ പച്ചക്കറി, പലവ്യഞ്ജനം എല്ലാം വിദ്യാലയത്തിലെ രക്ഷിതാക്കളും വിദ്യാലയ സമിതിയിലെ അംഗങ്ങളുമാണ് കൊണ്ടുവരുന്നത്. കലാമേള ഒരു വമ്പിച്ച വിജയമാക്കി തീർക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതിൽ ഏകദേശം 1500-നും 2000-നും ഇടയ്ക്ക് കുട്ടികളാണ് നമ്മുടെ ഈ മത്സരങ്ങളിൽ മാറ്റിവെക്കുന്നത്. ജില്ലാ ശാസ്ത്രമേള കഴിഞ്ഞു, ഇനിയിപ്പോൾ ജില്ലാ കലാമേളയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന് ശേഷം ജില്ലാ കായികമേളയും അടുത്ത മാസത്തോടെ കഴിഞ്ഞാൽ ഈ വർഷത്തെ മത്സരങ്ങൾ പൂർത്തിയാകും. കലാമേളയ്ക്ക് ശേഷം ഇതിൻ്റെ ജില്ലാതല സംസ്ഥാനതല മത്സരം നേരത്തെ ദിലീപ് സാറ് പറഞ്ഞ പോലെ 26, 27, 28 തീയതികളിൽ പാലക്കാട് വെച്ച് നടക്കും.